നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷമായ കൂവളത്തിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. കൂവളം കൊണ്ട് പൂജിച്ചാലുള്ള ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഐതിഹ്യവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശിവക്ഷേത്രങ്ങളിൽ കൂവളമരത്തിന് ദിവ്യവും പ്രധാനവുമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷത്തിന്റെ മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്നും സങ്കല്പിക്കപ്പെടുന്നു. ശിവദ്രുമം, ശിവമല്ലി, വില്ലും എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. കൂവളം രണ്ടു തരത്തിലാണുള്ളത്. മഹാകൂവളവും കൂവളവും ഉണ്ട്. അതായത് മഹാവില്ലുമെന്നാൽ അതിൽ 7, 9, 11 എന്നീ നിലകളിൽ ഇലകൾ കാണാറുണ്ട്. മഹാശിവക്ഷേത്രങ്ങളിലാണ് മഹാവില്വത്തിനെ പൂജയ്ക്ക് എടുക്കാറുള്ളത്. മഹാശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിനോട് സാദൃശ്യമുള്ളതായിട്ടാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത്. മഹാവില്വം കാണാൻ ബുദ്ധിമുട്ടാണ്, വിരളമായേ കാണാറുള്ളൂ. ഹിമാലയ സാനുക്കളിലാണ് കാണാറുള്ളത്. കൂവളത്തിന്റെ ഓരോ ഇതളും 3ആയി പിരിഞ്ഞാണിരിക്കുന്നത്. 3 ഭാഗങ്ങളെയും പരമശിവന്റെ തൃക്കണ്ണുകളായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത്. ഒരു കൂവളം നട്ടാൽ അശ്വമേധയാഗം നടത്തിയ ഫലവും, അതുപോലെ കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശിച്ച ഫലവും, 1000 പേർക്ക് അന്നദാനം നടത്തിയ ഫലവും, ഗംഗയിൽ നീരാടിയതുമായ സത്ഫലങ്ങൾ ലഭിക്കുന്നുവെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. കൂവള ചുവട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ശിവപൂജ നടത്തിയാൽ സകല പാപങ്ങളും നീങ്ങി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവരാത്രി ദിവസം ശിവരാത്രിയുടെ ഓരോ യാമങ്ങളിലും വില്വാഷ്ടകം ചൊല്ലി വില്ലുപത്രം സമർപ്പിച്ച് പൂജ ചെയ്യുന്നതും ഉത്തമമാണ്. അമാവാസി, പൗർണമി, തിങ്കളാഴ്ച, മാസപ്പിറവി, അഷ്ടമി, നവമി, ചതുർത്ഥി എന്നീ ദിവസങ്ങളിൽ കൂവളത്തിന്റെ ഇല പറിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. ഈ ദിവസങ്ങൾക്കു തലേ ദിവസം പറിച്ചു വെച്ച് പൂജയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അമാവാസി, പൗർണമി ദിവസങ്ങളിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഔഷധ സസ്യത്തെയും സ്വാധീനിക്കുമെന്നതിനാലാണ് ഈ ദിവസങ്ങളിൽ മരുന്നിനായി ഇതിൻ്റെ ഇല പറിക്കരുതെന്ന് വിധിച്ചിരിക്കുന്നത്. കൂവളത്തിന്റെ ഇല വാടിയതാണെങ്കിൽ പോലും പൂജയ്ക്കെടുക്കാമെന്നാണ് പറയുന്നത്. ശിവക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കായും മാലയ്ക്കായും ഇലകൾ ഉപയോഗിക്കുന്നു. ചിത്തിര നാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണിത്. ഔഷധ മൂല്യമുള്ള ഒരു വൃക്ഷമാണ് കൂവളം. പ്രമേഹം, വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ അകലുന്നതിനും, ഛർദി, ക്ഷയം, അതിസാരം എന്നിവ ശമിപ്പിക്കുന്നതിനും, അർബുദ ചികിത്സയ്ക്ക് കൂവളസത്ത് പ്രയോജനപ്രദമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഇത്രയും ഔഷധ ഗുണമുള്ളതുകൊണ്ടാണ് മഹാദേവൻ സർവാംഗങ്ങളിലും നാഗങ്ങളെ അണിഞ്ഞവനും ഹലാഹലവിഷം പാനം ചെയ്തവനുമായ ശിവഭഗവാൻ കൂവളയിലയെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത്. കൂവളമരം വീടുകളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. എന്നാൽ വൃക്ഷം നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടതുമാണ്. ശിവരാത്രി ദിവസം കൂവളച്ചുവട്ടിൽ നെയ്ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ്. കൂവളത്തിന്റെ ഒരു ഇലയോ മാലയോ ചാർത്തുന്നവന് സൽസന്തതികളും യശസ്, ദീർഘായുസ് എന്നിവ സമൃദ്ധമായി ഉണ്ടാകുമെന്നും, മഹാദേവന് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയും ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ വിധം മഹാദേവനെ ഒരു കൂവളത്തില കൊണ്ടുപോലും പൂജിക്കുന്നത് ഉത്തമമാണെന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ശിവനെ മാത്രമല്ല, കൂവളത്തില കൊണ്ട് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ലക്ഷ്മി ദേവിക്ക് കൂടി വളരെയധികം പ്രിയപ്പെട്ടതാണ് കൂവളത്തില. പുരാണത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. പാലാഴി മദന സമയത്താണല്ലോ ലക്ഷ്മി ദേവി ആവിർഭവിച്ചത്. ദേവിയുടെ ആവിർഭാവത്തിനൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന ഇലയാണ് കൂവളത്തിലയെന്നും പറയുന്നു. കൂടാതെ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ശ്രീ വിഷ്ണു ഭഗവാന്റെ പത്നിയാണല്ലോ ലക്ഷ്മി ദേവി. ഒരിക്കൽ ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും കൂടി വൈകുണ്ഠത്തിൽ ചേർന്നിരിക്കുന്ന വേളയിൽ ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, അങ്ങയുടെ പ്രിയതമയായിട്ടുകൂടി എന്തുകൊണ്ടാണ് തന്നെ ഭഗവാന്റെ ഹൃദയഭാഗത്തിരുത്താത്തത്? പകരം മഹാദേവനെയാണല്ലോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എനിക്കല്ലേ അതിനവകാശം? അതുകേട്ട മഹാവിഷ്ണു പറഞ്ഞു, ദേവി എന്തു തന്നെ പറഞ്ഞാലും അത് സാധ്യമല്ല എന്നും പരമേശ്വരനെ ഹൃദയത്തിൽ നിന്നും മാറ്റുക എന്നത് ഇനി അതിന് സാധ്യമാകണമെങ്കിൽ ഭഗവാൻ ശിവനോട് തന്നെ ചോദിക്കണമെന്നും പറഞ്ഞു. വിഷ്ണു ഭഗവാൻ പലപ്പോഴും ധ്യാനനിരതനായി ഇരിക്കുന്നത് തന്നെ മഹാദേവനെ ധ്യാനിച്ചാണ്. മഹാദേവനുള്ളിടത്തോളം അങ്ങനെയേ വരൂ.
എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ലക്ഷ്മി ദേവി ആരാഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അതിനുള്ള ഉത്തരം മഹാദേവൻ തന്നെ പറയട്ടെ എന്ന്. അങ്ങനെ അപ്പോൾ മുതൽ ലക്ഷ്മി ദേവി ശിവനെ പ്രാർത്ഥിച്ചു തുടങ്ങി. തന്റെ പതിയുടെ ഹൃദയത്തിൽ വസിക്കുവാനുള്ള അവകാശവും അനുമതിയും ലഭിക്കുന്നതുവരെ അതൊരു കഠിന തപം തന്നെയായി മാറി. എന്നിട്ടും മഹാദേവൻ പ്രത്യക്ഷനായില്ല. പിന്നീട് ലക്ഷ്മി ദേവി യജ്ഞകുണ്ഡത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒടുവിൽ ദേവി തന്റെ കൈവിരലുകൾ ഓരോന്നായി യജ്ഞകുണ്ഡത്തിലേക്ക് സമർപ്പിച്ചു. അങ്ങനെ 3 വിരലുകൾ സമർപ്പിച്ചപ്പോഴേക്കും മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ലക്ഷ്മി ദേവി തന്റെ ആഗ്രഹം മഹാദേവനോട് അറിയിക്കുകയും ലക്ഷ്മി ദേവിയുടെ ആഗ്രഹപ്രകാരം തന്നെ തന്റെ പതിയുടെ ഹൃദയത്തിൽ ഇനി മുതൽ ദേവിക്ക് വസിക്കാമെന്നും ആ സ്ഥാനം ഇനി ദേവിക്കു മാത്രമാണെന്നും മഹാദേവൻ അരുളി ചെയ്തു. അതിനുശേഷം ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിച്ച വിരലുകളെല്ലാം യഥാസ്ഥാനത്താവുകയും അതേസമയം തന്നെ ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു വൃക്ഷം ഉയർന്നു വരികയും ചെയ്തു. വൃക്ഷത്തിലെ ഓരോ ഇലകൾക്കും ദേവിയുടെ 3 വിരലുകളുടെ സാദൃശ്യമുള്ളതായി തോന്നുകയും ചെയ്തു. അതേസമയം തന്നെ മഹാദേവന്റെ നേത്രങ്ങളെന്നും പറയപ്പെടുന്നു. മഹാദേവൻ വൈകുണ്ഠത്തിൽ തന്നെ ശിവലിംഗമായി വിഷ്ണു ഭഗവാന്റെ തൊട്ടരികെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതുകണ്ട ലക്ഷ്മി ദേവി സംപ്രീതയായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആരെല്ലാമാണോ ഈ ഇലകൾ കൊണ്ട് മഹാദേവനെ പൂജിക്കുന്നത് അവർക്കെല്ലാം മഹാദേവന്റെയും തന്റെയും അനുഗ്രഹം കൂടി ഉണ്ടാകുമെന്ന്, സർവസമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്നും അറിയിച്ചു. ഇനി മുതൽ കൂവള മരത്തിലും ലക്ഷ്മി ദേവി കുടികൊള്ളുമെന്നും അറിയിച്ചു. ലക്ഷ്മി വാസമുള്ള ഇലയായതിനാൽ ലക്ഷ്മി പൂജയ്ക്കും ഇത് ഉപയോഗിക്കുന്നു. മറ്റൊരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു വേടൻ കാട്ടിലേക്ക് വേട്ടയ്ക്കായി പോയ സമയത്ത് അപ്രതീക്ഷിതമായി ഒരു പുലി എതിരെ വരുന്നത് കണ്ടു. തന്നെ ലക്ഷ്യമാക്കിയാണ് പുലി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ വേടൻ പുലിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അദ്ദേഹം അവിടെ അടുത്തായി നിന്നിരുന്ന ഒരു വലിയ വൃക്ഷത്തിൽ കയറി. സൂര്യൻ അസ്തമിച്ചിട്ടും ആ പുലി വൃക്ഷച്ചുവട്ടിൽ നിന്നും വേടനെ കാത്തു തന്നെ നിന്നു. രാത്രി മുഴുവൻ വേടൻ ആ വൃക്ഷത്തിൽ തന്നെ കഴിച്ചുകൂട്ടാമെന്ന് കരുതി. എന്നാൽ ഉറങ്ങിപ്പോയാൽ മരത്തിൽ നിന്നും താഴെ വീഴുകയും പുലിക്ക് ഭക്ഷണമാവുകയും ചെയ്യും എന്ന് വേടൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിച്ചിരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഉറക്കം വരാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കളിയെന്ന വണ്ണം വൃക്ഷത്തിൽ നിന്നും ഓരോ ഇലകൾ വീതം താഴേക്ക് പറിച്ചിട്ടുകൊണ്ടേയിരുന്നു. നേരം വെളുത്തതും വേടൻ താഴേക്കിറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒരു ഇലക്കൂമ്പാരം കാണാൻ സാധിച്ചു. ഇനി ഇതിനടിയിലെങ്ങാനും പുലിയുണ്ടോ എന്ന് വരെ വേടന് സംശയം തോന്നി. മെല്ലെ ധൈര്യം സംഭരിച്ച് അവൻ ഇലകൾ മാറ്റി നോക്കിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം കാണുകയും ആ ഇലകളെല്ലാം കൂവള ഇലകളായിരുന്നുവെന്നും ഉറക്കമൊഴിച്ചിരുന്ന ആ രാത്രി ശിവരാത്രി ആയിരുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അയാൾ അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും ആ കൂവള ഇലകൾ സമർപ്പിച്ചത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായി. വേടന്റെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നെത്തുകയും മോക്ഷപ്രാപ്തി ലഭിച്ചു എന്നുമാണ് കഥ. ക്ഷിപ്രപ്രസാദിയായ മഹാദേവന് അതുകൊണ്ടുതന്നെ കൂവളത്തില ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഏവരും ഈ മഹാശിവരാത്രിക്ക് ഭഗവാന് കൂവളത്തില കൊണ്ട് മാല ചാർത്തിയോ കൂവള ഇലകൾ സമർപ്പിച്ചുകൊണ്ടോ പ്രാർത്ഥിക്കാവുന്നതാണ്. ബില്വാഷ്ടകം ചൊല്ലി കൂവള ഇലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മഹാദേവന് ഏറെ പ്രിയങ്കരമാണ്. നന്ദി.